ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുമ്പ് പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, ഒരു അർജൻറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയാനുള്ളത്, നിങ്ങൾ ഈ ബാങ്കിങ് മേഖലയിൽ കൈവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പല പല മേഖലകളിലും പ്രത്യേകിച്ച് ബാങ്കിങ്ങിൽ വളരെ വളരെ ഉഡായിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് RBI അപ്രൂവ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫേക്ക് ആയിക്കോട്ടെ. ഇപ്പം നമുക്കറിയാമല്ലോ ഈ ശ്രീറാം ഫിനാൻസിൻ്റെയൊക്കെ ഇഷ്യൂ. കസ്റ്റമേഴ്സ് അവരറിയാതെ അവരുടെ ആധാർ കാർഡും പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽസും വ്യാജമായി ഒപ്പിച്ച് ലോൺ എടുക്കുന്ന ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണാം. അതേപോലെ തന്നെ ഒരു 2-3 വർഷം മുമ്പ് ഒരു ബാങ്കിൻ്റെ സ്റ്റാഫുകൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പേരിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത, ഞാൻ ബാങ്കൊന്നും പറയുന്നില്ല, ക്രെഡിറ്റ് കാർഡ് എടുത്തായിരുന്നു. അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുന്ന മാൽ പ്രാക്ടീസുകൾ നമ്മളെ ബാങ്കിങ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ എല്ലാം ഫുള്ളി ഡിജിറ്റൽ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ബാങ്കിങ് മേഖലയിൽ കൈവയ്ക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം. ഓക്കെ, അധികം വറീഡാകേണ്ട കാര്യമില്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. 300 സിബിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ, 400 സിബിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ, 500-ന് ഇപ്പോൾ കിട്ടും ലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല പല മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു 350 സിബിൽ സ്കോർ ഉള്ള ഒരാൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്നത് 350 സിബിൽ സ്കോറിൽ നമ്മൾ ലോൺ കൊടുക്കും. അപ്പോൾ നമ്മളെല്ലാവരും ചാടി കയറി അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുന്ന ഹിഡൻ അജണ്ടകൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഒരു 350 സിബിൽ സ്കോർ ഉള്ള ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ ലോൺ കൊടുക്കാം എന്നല്ല അവർ പറയുന്നത്. അതിൻ്റെ പുറകിൽ ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് 350 സിബിൽ സ്കോർ ആണെങ്കിൽ ലോൺ തരാം, പക്ഷേ ലാസ്റ്റ് 6 മാസം അല്ലെങ്കിൽ 5 മാസം നിങ്ങൾക്ക് EMI ബൗൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന സിബിൽ സ്കോറിൽ എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നിട്ട് ചെയ്യുന്നതല്ല. ഇത് അവരുടെ സൈറ്റിൽ അവർ കറക്റ്റായിട്ട് പറയുന്ന എന്താ പറയുന്നത്, ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ വിളിച്ച സമയത്താണ് അവർ പറയുന്നത്, നമ്മൾ 350 സിബിൽ സ്കോറിൽ നമ്മൾ ലോൺ കൊടുക്കും, പക്ഷേ ലാസ്റ്റ് ഒരു 5 മാസത്തിൽ കസ്റ്റമറിൻ്റെ പക്കൽ അല്ലെങ്കിൽ കസ്റ്റമറിന് EMIയുടെയോ ബൗൺസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ കാണരുത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു NBFC ഞാൻ നിങ്ങളോട് ഇവിടെ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. പിന്നെ നെഗറ്റീവ് സിബിൽ സ്കോർ, അതായത് 0 സിബിൽ സ്കോറിലും ഇതുവരെയ്ക്കും ബാങ്കിങ്ങിൽ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവർക്കും, അതാണ് 0 സിബിൽ സ്കോർ എന്ന് പറയുന്നത്, അവർക്കും ഇവർ ലോൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവർ പറയുന്ന വയസ്സ് 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വരട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ പൊക്കിയോളൂ, കുഴപ്പമില്ല. ഇനി സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും ഇത് ലോൺ കിട്ടുന്നതാണ്. ഈ സെൽഫ് എംപ്ലോയീസ് കൊടുക്കുന്ന സമയത്ത് അവർ കുറേ നെഗറ്റീവ് ജോബുകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉള്ളവർക്ക് കൊടുക്കില്ല. അതായത് നിങ്ങൾക്ക് കാണാം ചില ആപ്ലിക്കേഷനിൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഡെലിവറി പാർട്ട്നേഴ്സ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ബാറിൽ ജോലി ചെയ്യുന്നവർ, ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ, ഡ്രൈവേഴ്സ്, പിന്നെ എന്താ പറയുന്നത് ഈ നമ്മുടെ ഗോൾഡിൽ വർക്ക് ചെയ്യുന്നവർ, ലോട്ടറി, കേരള ലോട്ടറി ഉണ്ടല്ലോ, ലോട്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ലോൺ ചില ബാങ്കുകൾ, അത് ചില ബാങ്ക് എന്ന് വെച്ചാൽ ഒരു 96% ബാങ്കുകളും കൊടുക്കില്ല. അതിൻ്റെ പുറകിൽ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചില ബാങ്കുകൾ അഡ്വക്കേറ്റ്സിന് കൊടുക്കില്ല, പോലീസിന് കൊടുക്കില്ല, ആർമി ഓഫീസേഴ്സിന് കൊടുക്കില്ല. അങ്ങനെ അതിൻ്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സീക്രട്സ് ഉണ്ട്, ബാങ്കിൻ്റെ ഹിഡൻ അജൻഡാസ് ഉണ്ട്. അത് ഞാൻ ഇനിയൊരു വീഡിയോസിൽ സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം. എല്ലാം കൂടെ പറയുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പം നമുക്ക് ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇവിടെ പാൻ ഇന്ത്യയിൽ ഇവർ ഈ ഒരു NBFC ലോൺ ചെയ്യുന്നതാണ്. KYC നമ്മൾ സാധാരണ പോലെ പാൻ കാർഡ്, ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് KYC ആയിട്ട് കൊടുക്കാനുള്ളത്. സ്പെഷ്യലി ഒന്നും തന്നെ അവർ ചോദിച്ചിട്ടില്ല.
അപ്പോൾ ഈ സിബിൽ സ്കോറിന്റെ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 350 സിബിൽ സ്കോർ ചെയ്യും. അതായത് നമ്മൾ ഇതിനു മുമ്പ് പല പല NBFCയിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു 5-6 മാസം മുമ്പ് ലോൺ എടുത്ത് പൊട്ടിത്തകർന്ന് സിബിൽ സ്കോർ 400 അല്ലെങ്കിൽ 300 ആയി. അപ്പോൾ അങ്ങനെ കരകയറി വരുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ NBFC വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോയായിരുന്നു, അതുകൊണ്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ കുറെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ബാങ്കിന്റെ ആ ഒരു സങ്കല്പത്തിൽ, ബാങ്കിന്റെ ആ ഒരു നിഗമനത്തിൽ നെഗറ്റീവ് ജോബ്സ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ബാറിൽ വർക്ക് ചെയ്യുന്നവര്, ഡ്രൈവേഴ്സ്, പോലീസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജോബ് സെൽഫ് എംപ്ലോയീസ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ സാധാരണ ഒരു കമ്പനിയിൽ ഈ മറ്റേ സാലറി പ്രൂഫ് ഒന്നും ചോദിക്കാത്ത, നമ്മൾ സാധാരണ ആപ്പുകളിലൊന്നും സാലറി പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു കമ്പനി കൊടുക്കുക, ഒരു നല്ലൊരു കമ്പനി കൊടുക്കുക. ഇപ്പോൾ എയർടെൽ എന്നൊരു കമ്പനി, എയർടെൽ ലിമിറ്റഡ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് വിപ്രോ, ഡെൽ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ. അത് കൊടുത്തിട്ട് നമുക്ക് ഒരു 25-30 ഇടയിലുള്ള സാലറിയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ സാലറി ഉള്ളവർ അവർ ഇഷ്ടം പോലെ കൊടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് മനസ്സിൽ വെക്കുക. ഞാൻ അതാണ് ഇതിപ്പോ പറഞ്ഞത്. പിന്നെ അടുത്തൊരു വീഡിയോസിൽ ഇനി വരുന്ന നമ്മളെ സമയത്ത് ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചതാണ്, ഇന്ന ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ഇവർ വീട്ടിൽ വരുമോ, വന്നാൽ പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇവർ വരാതിരിക്കുമോ, അങ്ങനെ ഒരുപാട് ആപ്പ് അല്ലെങ്കിൽ NBFCകൾ വീട്ടിൽ വരുന്നതും വരാത്തതുമായ, കളക്ഷൻ ഏജൻസ് വീട്ടിൽ വരുന്നതും വരാത്തതുമായ ഒരുപാട് NBFC ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ലെങ്തി ആയി പോകും. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചതാണ്, സാർ ഞാൻ ഇന്ന ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, അവര് വക്കീൽ നോട്ടീസ് അയച്ചു, വീട്ടിൽ വരുമോ, കോടതി പോകേണ്ടി വരുമോ, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വസ്തു പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കാം. ഇപ്പോൾ പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ ഒരു ആപ്പ് NBFC എന്താ പറയുക, വലിയ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അല്ലാതെ വെറുതെ ലോൺ നമ്മൾ വലിച്ചു വാരിയെടുത്ത് പണി മേടിക്കരുത്. ഓക്കെ, ഹ്യൂജ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം വന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 25-30% ഒക്കെ വരും. അപ്പൊ നിങ്ങളത് നോക്കി പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ വലിച്ചു വാരി എടുക്കാതെ, കാരണം അടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, പൈസ ഇപ്പൊ കിട്ടും, അത് ശരി തന്നെയാണ്, അപ്പോൾ ഒരു സന്തോഷം വരും. അടയ്ക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. ഓക്കെ, അടയ്ക്കുന്നവർക്ക്. അപ്പൊ അത് ശ്രദ്ധിക്കുക.